പിന്നെ ഒരു ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ അടിപൊളിയായിട്ടുള്ളൊരു പാട്ടും പക്ഷികളുടെയും കാക്കകളുടെയും കളകള കുളുകളാന്നുള്ള ശബ്ദങ്ങളും കേട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എഴുന്നേറ്റ് വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നിട്ട് കിടന്നതല്ല, ഈ വീഡിയോ എടുക്കുന്നതിന് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ പോയത്. ബൈ ഇതാണ് എൻ്റെ മുറി. നല്ല ഇരുട്ടാണ്, കാരണം ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിനെ പറ്റി. അത്രയ്ക്ക് അടിപൊളി വീടാണ് എൻ്റെത്. ഒരാണി അടിച്ചാൽ പോലും അത് അടിക്കുന്ന അടിയിൽ അവിടെ തറച്ച് നിൽക്കും. അപ്പോൾ അല്പം ഷോയൊക്കെ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി പല്ല് തേക്കാം. അതിനു മുമ്പ് ഞാൻ അടുക്കളയിൽ പോയി അമ്മയുടെ വാരിക്കുന്ന തെറിയെല്ലാം കെട്ടിയാണ് വന്നിരിക്കുന്നത്, കാരണം ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ടില്ല. അതാണ് അമ്മയുടെ പ്രശ്നം. പിന്നെ ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് ജോലിക്കൊന്നും പോവേണ്ടാത്തതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. പെൺകുട്ടികളായ രാവിലെ എഴുന്നേറ്റ് പണിയെല്ലാം ചെയ്യണം എന്നതാണ് അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾ കാണാൻ പോകുന്നത് മേക്കപ്പ് പോലും ഇടാത്ത എൻ്റെ ശരിക്കുള്ള രൂപമാണ്. കണ്ടിട്ട് അരിഞ്ഞിട്ടരുത്. ഹലോ, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ കോഴി രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ശബ്ദങ്ങളാണ് ഇവിടെ. ക്ഷേത്രത്തിലെ പാട്ട്, പിന്നെ പക്ഷികളുടെ ശബ്ദം, കോഴിയുടെ ശബ്ദം, എല്ലാ ശബ്ദങ്ങളും ഉണ്ട്. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതും എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള എൻ്റെ വീട് ഞാൻ ഏകദേശം കാണിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ വീട്. കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നും പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം, വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കണം, പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടെത്തൊന്നും ഞാനാണ് ഉണ്ടാക്കിയെന്ന്, പക്ഷെ ഞാനല്ല. ഇന്നത്തെ അപ്പം ഉണ്ടാക്കൽ ചടങ്ങെല്ലാം അമ്മയുടെ വകയായിരുന്നു. അതിന് രാവിലെ കുറേ കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അകത്തെ ഹാളെന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ ഹാളൊന്നും അല്ല. ഞാൻ എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ പറയൂ, ഞാൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആസ്വദിച്ച് അമ്മയുടെ സ്പെഷ്യൽ കള്ളപ്പാണ് കേട്ടോ. പക്ഷെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ അപ്പത്തിൽ കള്ളൊഴിക്കൂല. അമ്മ ആർട്ടിഫിഷ്യലായി തയ്യാറാക്കി എടുക്കുന്ന ഒരു ടൈപ്പ് സാധനം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വേറൊന്നുമല്ല, മുറ്റമടിക്കണം. പിന്നെ തലേ ദിവസം ജിമ്മിൽ പോയിട്ടൊന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുളിച്ചിട്ടിട്ട ഡ്രസ്സൊന്നും കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ്സൊന്നും ഞാൻ ഇതുവരെ കഴുകിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴുകിയിട്ടാലും അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുള്ളൂ. അമ്മയുടെ ഒരു റൂളാണ്, അന്നൊന്നും ഇടുന്ന ഡ്രസ്സുകൾ കുളി കഴിഞ്ഞ് അന്നൊന്നും എന്നെ കഴുകിയിടണം. ചില സമയത്തൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട്, ചില സമയത്തൊക്കെ അനുസരിക്കാറില്ല. അപ്പോൾ നമ്മൾ എല്ലാ പണിയും തീർത്ത് ജിമ്മിൽ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഈ SBCയുടെ പരേഡിന് പോകുന്നതായിരിക്കുന്നു. ഇതെൻ്റെ 8ാം ക്ലാസ്സിലെ ബനിയനാണ്. ഈ ബനിയൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അന്നും ഇന്നും എനിക്കിത് വലുതാണ്. എന്നാണോ ഇതെനിക്ക് ചെറുതായി കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ബാക്കിൽ കാണുന്ന ട്രോഫിയെല്ലാം ഞങ്ങൾക്ക് കിട്ടിയതാണ്. സമയം ഇപ്പോൾ 9 മണി ആവാറായി. ഇപ്പോൾ പോകുന്ന വേറൊന്നും കൊണ്ടല്ല, ജിമ്മിൽ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ചേട്ടൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് ഈ വർക്കൗട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പം ഞാനത് തുടങ്ങിയിട്ട് പറയാട്ടോ. പിന്നെ ഇൻസ്റ്റയിലും ചേട്ടൻ വീഡിയോസ് ഇടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ആ വീഡിയോസൊക്കെ കൂടി എടുക്കാൻ ആരും ഇല്ലാത്തൊരു സമയമാണ് കുറച്ച് നല്ലത്. അപ്പം അതുകൊണ്ട് ഈ ഒരു ടൈമിൽ പോകാമെന്ന് കരുതി. പിന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നുണ്ട്, നേരത്തെ ജിമ്മിൽ പോയി കാണും. എന്തായാലും നമുക്ക് ജിമ്മിലോട്ട് പോവാം. ചേട്ടൻ വരുന്നതിന് മുമ്പ് വീഡിയോ എടുക്കുകയാണ്, കാരണം ചേട്ടൻ വന്ന് ഞാൻ ഈ സംസാരിക്കുന്നു കിട്ടില്ല. ഓക്കെ, ബൈ. എനിക്ക് ക്യാമറ ഓണാക്കി ഫോണിലൂടെ നേരിട്ട് സംസാരിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന എന്തോ ഒരു ചമ്മല് പോലെയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഫ്രണ്ട്സ് കൂടെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചേട്ടനെയും പറയണ്ട. ചേട്ടൻ അല്ലെങ്കിൽ ഫുൾ ടൈം എന്നെ കളിയാക്കലാണ്. അപ്പോൾ ഇതും കൂടിയാണെങ്കിൽ തൊലഞ്ഞു. ചേട്ടൻ ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ്, ഷോർട്സൊക്കെ എൻ്റെ മുമ്പ് വെച്ചിരുന്ന് കണ്ടുകൊണ്ടേയിരിക്കും. എനിക്കത് കാണുമ്പോഴൊരു ഇറിറ്റേഷൻ പോലെയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിലത്തെ കുളം. ഇത് പണ്ടൊരിക്കൽ നിറഞ്ഞ് വെള്ളം കവിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അങ്ങനെ നിറഞ്ഞ് കവിയിലൊന്നും ഇല്ലായിരുന്നു, ഉണ്ടായിട്ടില്ല. കാരണം മുമ്പൊരിക്കൽ അവിടെ ബണ്ട് പൊട്ടി കിടക്കായിരുന്നു. ബണ്ട് എന്നാന്ന് തോന്നുന്നു ഇതിനെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഹോസ്റ്റലിൽ 6 വർഷം നിന്നിട്ട് വന്നപ്പോൾ തന്നെ നല്ല ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ കുളം. ഇതൊക്കെ പണ്ട് ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാനും ബാക്കി മീൻ പിടിക്കാനും അതിനൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും അങ്ങനെ മീൻ പിടിക്കലുണ്ട്. മീൻ പിടിക്കലെന്ന് പറഞ്ഞാൽ
പഞ്ചായത്തിൽ നിന്ന് ലേലത്തിലെടുത്ത് അങ്ങനെ ഇവിടെ മീനിട്ട് വളർത്തുന്ന ആ ഒരു പരിപാടിയാണിപ്പോൾ. അങ്ങനെ ഞാനും ചേട്ടനും നേരെ ജിമ്മിലേക്ക് പോവാണ്. ഇന്നത്തെ ദിവസം എനിക്ക് എന്തായി തീരുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം എനിക്കിന്ന് ലെഗ് ഡേ ആണ്. ഫസ്റ്റ് ഞാൻ ജിമ്മിൽ ഇപ്പം 2-3 വർഷം കഴിഞ്ഞ് പോയ ടൈമിലെന്ന് പറഞ്ഞാൽ ജിമ്മിൽ എനിക്ക് ഫുൾ ബോഡി എക്സർസൈസ് ആയിരുന്നു ചേട്ടൻ തന്നുകൊണ്ടിരുന്നത്, വർക്കൗട്ടൊക്കെയായിരുന്നു തന്നുകൊണ്ടിരുന്നത്. എനിക്ക് അത് ചെയ്തിട്ട് എന്നെ ദേഹം മൊത്തം വേദന. അപ്പോൾ പിന്നെ ഇന്നത്തെ ലെഗ് ഡേയുടെ കാര്യം ആലോചിക്കണ്ടല്ലോ. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് പ്രത്യേകിച്ച് വേദനകളൊന്നും ഇതുവരെ വന്നില്ല. പിന്നെ ഇന്ന് എഴുന്നേറ്റപ്പോൾ ചെറിയൊരു, ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തതാണ്, ഇന്നലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം ഇന്ന് നല്ല പെയിൻ ഉണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ വർക്കൗട്ടൊക്കെ തുടങ്ങാം. എനിക്ക് ചേട്ടനാണ് വർക്കൗട്ട് എല്ലാം പറഞ്ഞു തരുന്നത്. ചേട്ടൻ ജിം ട്രെയിനറാണ് കേട്ടോ. ആള് പുറത്തായിരുന്നു, ഇപ്പം നാട്ടിലാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ചേട്ടൻ. കണ്ടാൽ ഞങ്ങൾ ഏകദേശം ഒരുപോലെ തോന്നും. അത് പിന്നെ പറയണ്ടല്ലോ, ഒരച്ഛൻ്റെ മക്കളെന്നില്ലേ. അപ്പം ഞങ്ങൾ ട്രെയിനിങ് എല്ലാം തുടങ്ങി. ഇപ്പം നിങ്ങൾ കുറച്ച് നേരം എൻ്റെ വർക്കൗട്ടൊക്കെ കണ്ടിട്ട് വാട്ടോ. എന്തായാലും നിങ്ങൾ ഇത്രയും കാണാനല്ലേ. അപ്പം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ്. ഇപ്പം എനിക്ക് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ പലർക്കും ഡൗട്ട് കാണും, ജിമ്മിൽ പോയാൽ വെയിറ്റ് കൂടുമോ എന്ന്. ഉറപ്പായിട്ടും വെയിറ്റ് കൂടും. നമ്മൾ അതിനനുസരിച്ചുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്താൽ മാത്രമേ വെയിറ്റ് കൂടുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഇതുപോലെ കളിയാക്കലൊക്കെ കിട്ടിയിട്ടുള്ളതാണ്, ജിമ്മിൽ പോയാൽ എങ്ങനെ വെയിറ്റ് കൂടുന്നത്, ഉള്ള വണ്ണം കുറയത്തല്ലേ ഉള്ളൂ. എനിക്ക് ഈ ഒരാഴ്ച പോയപ്പോൾ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ ബോഡിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ശരീരപ്രകൃതി എൻ്റെ ബോഡി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എത്ര ഫുഡ് കഴിച്ചാലും എൻ്റെ ബോഡിയിൽ അത് പിടിക്കില്ല. ഞാൻ എത്ര ഫുഡ് കഴിച്ചാലും വണ്ണം വെക്കില്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാൻ പറ്റും. പക്ഷേ കഴിക്കുന്ന ഫുഡൊന്നും എൻ്റെ ശരീരത്തിൽ പിടിക്കില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ ഈ ഒരു പനി വന്നതിന് ശേഷമാണ് ഉണ്ടായിരുന്ന വെയിറ്റും കൂടി കുറഞ്ഞു തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഞാൻ വെയിറ്റ് വെക്കാം എന്നൊരു പ്ലാനിങ്ങിൽ വന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, വെയിറ്റ് കൂട്ടണം എന്നാണെങ്കിൽ, ഹെൽത്തി ആയിട്ട് വെയിറ്റ് കൂട്ടണം എന്നാണെങ്കിൽ ഇതുപോലെ ജിമ്മിൽ പോയി ഡയറ്റൊക്കെ നോക്കി വർക്കൗട്ടൊക്കെ ചെയ്ത് വെയിറ്റ് കൂട്ടുന്നതായിരിക്കും നല്ലത്. എല്ലാവരും ജിമ്മിൽ പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്, ജിമ്മിൽ പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ പലർക്കും ഡൗട്ട് കാണാം, പ്രോട്ടീൻ പൗഡറൊക്കെ എടുത്താൽ പ്രശ്നമാവുമെന്ന്. ഒരു പ്രശ്നവും വരില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഞാൻ വെയിറ്റ് കൂടിയതിന് ശേഷം എൻ്റെ ആ ഒരു ഞാൻ ഏത് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ അതുകൂടാതെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട്, അതായത് വെയിറ്റ് കുറയ്ക്കണം അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിരിക്കാം. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേറെ ആരും എൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ ജിം ട്രെയിനറാണ്. അപ്പം ചേട്ടൻ അനുസരിച്ചുള്ള ഡയറ്റും വർക്കൗട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ചേട്ടൻ ഇതുപോലെ ഗൾഫിൽ നിന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വണ്ണം കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പലരും വണ്ണം വെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും വണ്ണം വെക്കും, അതുകൊണ്ട് ഇപ്പോഴേ എന്തിനേ വണ്ണം വെക്കാൻ നോക്കണേന്ന്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒരുപാട് ഡ്രസ്സ് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഈ വണ്ണം കുറവ് കാരണം ഇടാൻ പറ്റുന്നില്ല. എന്നെ പോലെ തന്നെയാണ് പലർക്കും. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വണ്ണം വെക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. അതുമാത്രമല്ല, പലർക്കും ഓരോ ഹൈറ്റാണ്. അപ്പം എനിക്ക് ഹൈറ്റ് വന്നിട്ട് 150 ആണ്. അപ്പം 150, 151. അപ്പം എനിക്ക് 151 വെയിറ്റെങ്കിലും വേണം. എന്നാൽ എനിക്കിവിടെ ഉള്ളത് 40 കിലോയാണ്. അപ്പം നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള ബോഡി വെയിറ്റ് നിങ്ങൾക്ക് വേണം. ഒട്ടും മടിക്കേണ്ട. പലരും പലതും പറയും. നിങ്ങൾ ജിമ്മിൽ പോയോ അല്ലാതെയോ ഹെൽത്തി ആയിട്ട് വണ്ണം വയ്ക്കാൻ ശ്രമിക്കുക. അൺഹെൽത്തി ആയിട്ടല്ല, ഹെൽത്തി ആയിട്ട് വണ്ണം വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കേട്ടു. അതിനിടയ്ക്ക് എൻ്റെ ജിം വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം നല്ല പോലെ ഒന്ന് വേർത്തു. ഞാൻ മിക്ക ദിവസവും രാവിലെ വരുന്നതുകൊണ്ട് അങ്ങനെ കൂടുതൽ വേർക്കാറില്ല കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ നല്ല രാവിലെ, ഒരു 5 മണി 6 മണി ടൈമിലാണ് വരാറ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നല്ല രാവിലെ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ജിം എങ്ങനെയാണെന്നൊന്ന് കണ്ടുവരാം കേട്ടോ. അങ്ങനെ ജിമ്മിലെ വർക്കൗട്ടും ജിം ടൂറും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി കുളിക്കണം, വേറെ കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വരാം. അതിന് മുമ്പിനി ഇത് ചെയ്യണം. ഇനി പ്രോട്ടീൻ ഷേക്ക് കുടിക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷേക്കായിട്ട് അടിച്ച് അങ്ങനെയല്ല, പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കണം. ഞാൻ കാണിച്ചു തരാം. എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലാണ്, മഴയൊന്നും അങ്ങനെ ഇല്ല. അത്രയൊക്കെ തന്നെ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോട്ടീൻ പൗഡർ.
ഇത് ഞാൻ ഏത് കമ്പനിയുടെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ പറയാത്തത് ഞാനിത് യൂസ് ചെയ്തിട്ടൊരു 2-3 ദിവസം ആയതേ ഉള്ളൂ. ഇപ്പോഴാണ് എനിക്ക് പ്രോട്ടീൻ പൗഡറൊക്കെ കിട്ടിയത്. അങ്ങനെ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തിട്ട് അങ്ങനെ പറയാം, അല്ലാതെ ആ ഒരു ബ്രാൻഡിനെ പറ്റി മാത്രം പറഞ്ഞ് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് മൊത്തത്തിൽ നോക്കിയിട്ട് നിങ്ങളോട് പറയാം. അപ്പോൾ ഇത് ആർക്കെങ്കിലും യൂസ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാമല്ലോ. പിന്നെ ഒരു കാര്യം, പ്രോട്ടീൻ പൗഡർ ഞാൻ എക്സ്പെക്റ്റേഷൻ വെസ് റിയാലിറ്റി ആയിരുന്നു വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം കേട്ടോ. നല്ല കോമഡിയാണ്. പിന്നെ ടേസ്റ്റിന് ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ പ്രോട്ടീൻ പൗഡറും കുടിച്ച് ഡ്രസ്സെല്ലാം കഴുകി നല്ലൊരു കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കിടന്ന് ഉറങ്ങി കിട്ടോ. എന്തോ നല്ലപോലെ വേർത്തുണ്ടെന്ന്, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. അതിനകത്ത് ഉച്ച ആയപ്പം പിന്നെ ചോറ് കഴിക്കാമെന്ന് കരുതി. ചോറിന് ഞാൻ തന്നെ ഉണ്ടാക്കിയ മീൻകറി, പിന്നെ അതിൻ്റെ കൂടെ മെഴുക്കുവരട്ടിയും, പിന്നെ അമ്മ ഉണ്ടാക്കിയ രസവും, പിന്നെ അമ്മ ഉണ്ടാക്കിയ ചോറുമായിരുന്നു. മീൻകറി ഞാൻ വേറൊരു തേങ്ങാപ്പാൽ ഒഴിച്ചൊക്കെ ഉണ്ടാക്കാനാണ് നോക്കിയത്. പക്ഷേ ചേട്ടൻ പറഞ്ഞു, അല്ല നിനക്കിപ്പോൾ തേങ്ങ ഒരു സ്ഥലത്ത് പോയിട്ട് കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതുകൊണ്ട് ചേട്ടനെ വിശ്വസിച്ചാണ് ഇതുണ്ടാക്കിയത്. പക്ഷേ സംഭവം കുഴപ്പമില്ല. എന്നാൽ ഞാൻ തേങ്ങ അരച്ച് വെക്കേണ്ടതായിരുന്നു. ഇനി കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരിക്കൽ തേങ്ങ അരച്ച് നല്ല രീതിയിൽ കറി വയ്ക്കാം. എന്ന് ചെയ്ത് കൊള്ളൂല എന്നല്ല, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഫുഡെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞ് താഴത്തെ വീട്ടിൽ, അതായത് ഞങ്ങൾ പുതുതായിട്ട് പണിയുന്ന വീട്ടിൽ പൊറുത്തിച്ചക്ക കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. ഇത് ഞങ്ങളിവിടെ പൊറുത്തിച്ചക്ക എന്നാണ് പറയുന്നത്. ചിലയിടത്ത് വേറെ എന്തൊക്കെയോ പേര് പറയും, കൈതച്ചക്ക എന്നോ അങ്ങനെ എന്തൊക്കെയോ പേര് പറയും. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്തെങ്കിലും ഇംഗ്ലീഷിൽ ഇതിനെ പൈനാപ്പിൾ എന്ന് പറയും. കണ്ടപ്പോൾ മനസ്സിലായി കാണും. അപ്പോൾ ഇത് മുറിച്ച് കഴിഞ്ഞ ദിവസവും ഞങ്ങളൊരു പരീക്ഷണം നടത്തി, സംഭവം സക്സസ് ആയി. അതുപോലൊരു സംഭവം ചെയ്യാമെന്ന് എഴുതി. വേറൊന്നുമല്ല, ഇതുപോലെ തൊലിയെല്ലാം കളയുക, എന്നിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുക. നല്ല കുഞ്ഞതല്ല, എന്നാലും ചെറിയ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ടൂത്ത് പിക്ക് ഇല്ലാത്തതുകൊണ്ട്, അതിങ്ങനെ കുത്തിയെടുത്ത് കഴിക്കാനില്ലാത്തതുകൊണ്ട് ഓല കീറിയിട്ട് അതിൻ്റെ ഈർക്കിൽ വെച്ചാണ് എടുക്കുന്നത്. അങ്ങനെ അതെല്ലാം ചെയ്തപ്പോൾ തന്നെ ഞാൻ പകുതി മടുത്തു. വൈകുന്നേരം ഇപ്പം കുളിയെല്ലാം കഴിഞ്ഞ് ചോറെല്ലാം കഴിച്ചിരുന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പം പൊറത്തിച്ചൊക്കെ കിട്ടി. അപ്പം അത് വെട്ടി മുളകും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം. ഇതിനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുത്തി കഴിക്കും. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇതിന് തിന്ന് തീർക്കണം. തിന്ന് തീർത്തിട്ട് വേണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാനില്ല. കോപ്പിക മുട്ടായിരുന്നു കൈ കിടക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇന്നത്തെ ദിവസം ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ എന്ത് വീഡിയോ എടുക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വർക്ക് കിട്ടുന്നതനുസരിച്ച് ഞാൻ പുറത്തൊക്കെ പോകുമായിരുന്നു. അപ്പോൾ വർക്കൊന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഫുൾ ടൈം വീട്ടിലിരിക്കുകയാണ്. വീട്ടിലിരുന്ന് എൻ്റെ പേര് ഉറച്ചു. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നും അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാനില്ല. പിന്നെ ഇനി രാത്രി ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, ഇതൊക്കെ തന്നെ. പിന്നെ എനിക്ക് ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കാണണോ വേണ്ടേന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. എങ്കിൽ ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്യാം. പ്രത്യേകിച്ചിനും ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇവിടെ നിർത്തിയാലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം രാത്രി ഇനി ഫുഡ് കഴിക്കാം, കിടന്നുറങ്ങാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട്. പിന്നെ പുറത്ത് പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പുറത്ത് പോയിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ എന്തെങ്കിലും എടുക്കാമായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇന്നൊരു കണ്ടൻറ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അതാണ് ഞാൻ വീഡിയോസ് ചെയ്യാത്തത്. ഞാൻ ബ്യൂട്ടി വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എനിക്കെന്താ അതിനോട് താല്പര്യമില്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, എനിക്കും സമയം പോവും. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് മാത്രം ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ്? പ്രാങ്ക് വീഡിയോ ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 വീഡിയോ കാര്യം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യില്ല. ഒന്നത്തെ കാര്യം ട്രോള് കിട്ടും. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഈ വീട്ടിൽ ആരെ പ്രാങ്ക് ചെയ്താലും പിറ്റേ ദിവസം എൻ്റെ ശവാടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പ്രാങ്ക് വീഡിയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല പ്രാങ്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഒട്ടുമിക്ക പ്രാങ്ക് വീഡിയോസും കണ്ടിട്ടുള്ള ഒരാളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് നോക്കാതെ പലരും പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം എനിക്കതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രാങ്ക് വീഡിയോസ് ഒന്നും ഞാൻ അതിൽ റിപ്ലൈ ഇങ്ങനെ കൊടുത്തു. പിന്നെ ഈ വീഡിയോയിലൂടെ തന്നെ പറയാമെന്ന് കരുതി. ഇത്രയും വിശദീകരിച്ച് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രാങ്ക് വീഡിയോ ചെയ്യാത്തത്. പിന്നെ എനിക്കിങ്ങനെ വ്ളോഗ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. ഒന്നത്തെ കാര്യം, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. പിന്നെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ ഒന്ന് വിശദീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നുണ്ട്. ഇനി അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം.
കണ്ടന്റേ കിട്ടുന്നില്ല. ഞാൻ വല്ലയിടത്തു നിന്ന് പഠിക്കുവോ വേറെ ദൂരോടെ എവിടെയെങ്കിലും പോയി പഠിക്കുവോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുവോ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു രീതി വീഡിയോ പോയായിരുന്നു. ഇത് ഞാൻ വീട്ടിൽ തന്നെയാണ്, ഒരുങ്ങുന്ന പോലുമില്ല ഞാൻ വീട്ടിൽ ഇരുന്ന്. അപ്പം അതാണ് എനിക്കൊരു മടി. പിന്നെ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാത്തത്. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം തൽക്കാലം ഒരു 2-3 മാസമായിട്ട് ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പം 2 ആഴ്ച ആയിട്ടുള്ളൂ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട്. അപ്പം എന്താ, ജിമ്മിൽ പോയി തുടങ്ങിയത് കൊണ്ട് മാത്രം ജിമ്മിൻ്റെ ആ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പകുതി ഭാഗം അതായിരിക്കും. കാരണം ഞാൻ ജിമ്മിൽ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ മിനിഞ്ഞാന്നായിരുന്നു ഞാനൊന്ന് പുറത്ത് പോയത്. പുറത്ത് പോയി കാര്യം കഴിഞ്ഞു പെട്ടെന്ന് തിരിച്ചു വന്നു, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി എന്നൊന്നും ഈ സത്യം പറഞ്ഞ വീഡിയോസ് ഒന്നും ചെയ്യാനില്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക, എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം, അതുപോലെ ചെയ്യാം. ബ്യൂട്ടി വീഡിയോസ് ഒന്നും ഞാൻ തൽക്കാലം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് ബ്യൂട്ടി വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, അവരൊക്കെ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകാര്യം ഞാൻ ജോലിക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്യുന്ന ഇപ്പം പൈസ അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സാധനങ്ങൾ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ, കാരണം എനിക്ക് ഒരുപാട് വർക്ക് ചെയ്ത ടൈമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങി അതിൻ്റെ റിവ്യൂ പോലെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ജോലിയായിട്ട് ഒന്നുമില്ല. എന്തൊക്കെയോ വീഴുന്നു. ഞാൻ അയണി മരത്തിന് താഴെയാണ് നിൽക്കണേ, അതുകൊണ്ട് അയണിച്ചക്കയ്ക്ക് താഴെ വീഴുമെന്ന് തോന്നുന്നു. അയണിച്ചക്ക മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഒരു വാട്ടർ ഈറ്റിൻ്റെ ഡേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലെ ആ ഒരു സംഭവം ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയും ചിലയിടത്ത്, വേറെ എന്തെങ്കിലും പേര് പറയുന്ന അറിഞ്ഞില്ല. ഫോണിൽ ഇങ്ങനെ പിടിച്ച് കൈ വെണ്ടെടുക്കുന്നുണ്ട് നമുക്കിങ്ങനെ. അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ ഇന്ന സാധനങ്ങൾ വാങ്ങി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സത്യം നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റില്ല യൂട്യൂബിൽ. അതുകൊണ്ടാണ്. അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങി യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കണമെന്നുണ്ട്. കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, ഇന്ന സാധനം വാങ്ങി യൂസ് ചെയ്യുന്ന കാണിക്കാവോ എന്ന്. നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ അല്ല, ഓരോരുത്തർക്കും അതിലേറെ സാഹചര്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാനിനി എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ഇടുമ്പോഴായിരിക്കും നിങ്ങൾ മിക്കവരും ചിന്തിക്കുക, ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിന്നിട്ടാണോ വീഡിയോസൊക്കെ ഇടുന്നത് എന്നൊക്കെ ചിന്തിച്ചേക്കാം. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം എന്തെന്ന് മനസ്സിലാവും. പിന്നെന്താ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനത്തെ കണ്ടൻറ്റാണ് വേണ്ടതെന്ന് ഒന്ന് പറയാം കേട്ടോ. എനിക്ക് കൂടുതലും ഇങ്ങനെ നിങ്ങളെ എൻജോയ്മെൻറ്റിലൂടെ കൊണ്ടുപോകുന്ന കണ്ടൻറ്റ് ഇടണമെന്നാണ് ആഗ്രഹം. പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല, അതാണ് ഒന്നത്തെ പ്രശ്നം. വീഡിയോസ് എനിക്ക് ഇനി ഇടണമെന്നുണ്ട്. ഞാൻ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ എന്നും വീഡിയോസ് ഇടായിരുന്നു. കാരണം എന്നും ഞാൻ ആ പോകുന്ന യാത്രയെ പറ്റിയൊക്കെ, കോളേജിൽ ഇപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ കോളേജ് കഴിഞ്ഞു. അപ്പം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇടായിരുന്നു. കാരണം കോളേജിൽ പോകുമ്പം ഫ്രണ്ട്സിനോട് ഒരുമിച്ചിരിക്കുന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ മിക്ക ദിവസം. ഇപ്പം ഇന്നലത്തെ പരിസ്ഥിതിൻ്റെ തന്നെ വീഡിയോസ് ഇടായിരുന്നു. പക്ഷേ ഞാൻ കോളേജിലൊന്നും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല. നമുക്ക് ഇനി വെയിറ്റ് ഗെയിൻ ജേണിയുടെ വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വെയിറ്റ് ഗെയിൻ ജേണി തുടങ്ങിയിട്ടുള്ളൂ, എൻ്റെ വെയിറ്റ് ഗെയിൻ ജേണി ആയിട്ടില്ല. അപ്പം ഞാൻ വെയിറ്റൊക്കെ കൂട്ടിയിട്ട് അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ഇടാം. ഇപ്പോൾ ഈ സംസാരിച്ചതും കുറച്ച് കൂടി പോയെന്നറിയാം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതൊരു മൈക്കില്ല, അതുകൊണ്ട് ഞാൻ ഇത്രത്തോളം ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം. പിന്നെ ചാനലിൽ വീഡിയോസ് എല്ലാം കാണുക മറക്കാതെ, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഷോർട്സൊക്കെ ഇടുന്നുണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫേസിൽ പിമ്പിൾസ് ഒക്കെ പോയി എന്ന് പറഞ്ഞിട്ട് 2-3 പാടുകളൊക്കെ ഉള്ളൂ. അത് എന്ത് ഓയിൽമെൻറ്റ് യൂസ് ചെയ്യുന്നതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എവിടെയും കൊണ്ട് വെച്ചു. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും 2-3 പിമ്പിൾസ് വന്നാലോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ബ്ലാക്ക് സ്പോട്ടിനൊക്കെ നെറ്റ് യൂസ് ചെയ്യുന്നത്. ആ ക്രീം അവിടെ ഇരിപ്പുണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കുന്ന ഇതാണ്. അത് ഞാൻ പിന്നീട് ഒരു ഷോർട്സിൽ കാണിക്കാം. പള്ളിയിൽ പാട്ടിട്ടു, ഇനി ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഗെസ് വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ഇട്ടിട്ട് ബൈ.